ഹായ് കൂട്ടുകാരെ, ഏവർക്കും നിങ്ങളുടെ സ്വന്തം ഋഷി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ സിദ്ധി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൽ ഉപയോഗിക്കേണ്ടി വരുന്ന ചില പ്രധാനപ്പെട്ട സെൻറ്റൻസുകളാണ് കേട്ടോ. ചില ക്വസ്റ്റ്യനുകൾ, ചില സെൻറ്റൻസുകൾ. അത് നമ്മൾ അങ്ങനെ തന്നെ റെഡിമെയ്ഡായിട്ട് പഠിച്ചു വെച്ചാൽ പലയിടങ്ങളിലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ റെഡിയാണോ പഠിക്കുവാൻ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ക്ലാസ് റൂം ഫ്രേസസ് ആണ്. ക്ലാസ് റൂം ഫ്രേസസ് എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂമിൽ പലവട്ടം നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന ചില ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ. ക്ലാസ് റൂമിൽ മാത്രമല്ല, അല്ലാതെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ക്ലാസ് റൂമിൽ കേട്ടിട്ട് ഇപ്പോൾ തന്നെ വീഡിയോ നിർത്തി പോകരുത്. ഇത് നമുക്ക് അല്ലാതെയും നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഏറ്റവും ആദ്യത്തേത്, നമുക്കൊരു ആവശ്യമുണ്ട്, നമുക്കൊരു സഹായത്തിൻ്റെ ഒരു ആവശ്യമുണ്ട്. ആരോടെങ്കിലും ഒരു ഹെൽപ്പ് ചോദിക്കണം. എങ്ങനെ ചോദിക്കും? ഇംഗ്ലീഷിൽ. അതെ, ഇങ്ങനെ വേണം ചോദിക്കാൻ. ക്യാൻ യു ഹെൽപ്പ് മീ പ്ലീസ്. കണ്ടോ, ശ്രദ്ധിച്ചോ? പ്ലീസ് ഉപയോഗിക്കാം കേട്ടോ. കാരണം നമ്മൾ റിക്വസ്റ്റാണ് ചെയ്യുന്നത്. എപ്പോഴാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത്? ഒരു പ്ലീസ് അവസാനം ചേർത്താൽ കുറച്ചും കൂടെ എന്താ പറയണ്ടേ, ആള് നല്ലൊരു രീതിയിൽ എടുക്കും. ക്യാൻ യു ഹെൽപ്പ് മീ പ്ലീസ്. ഒരു റിക്വസ്റ്റിൻ്റെ രൂപത്തിൽ വേണം നമ്മളത് പറയുവാനായിട്ട്. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കൊരു നല്ലൊരു ഫീലിംഗ് വരും. സോ ക്യാൻ യു ഹെൽപ്പ് മീ പ്ലീസ്. എന്നോടൊപ്പം പറയൂ. എങ്ങനെയാണ് പറയാം? ക്യാൻ യു ഹെൽപ്പ് മീ പ്ലീസ്. എന്നെ ഒന്ന് സഹായിക്കാവോ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ എങ്ങനെ ചോദിക്കും? ക്യാൻ യു ഹെൽപ്പ് മീ പ്ലീസ്. റെഡിമെയ്ഡായിട്ടൊരു സെൻറ്റൻസ് കിട്ടിയേ, ഒരു ക്വസ്റ്റ്യൻ കിട്ടിയേ, നിങ്ങൾക്ക് പറയാമല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, മേ ഐ ഗോ ടു ദ ടോയ്ലറ്റ് പ്ലീസ്. നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്ന് ചോദ്യം. ക്ലാസ് റൂമിൽ ഇരിക്കുവാണ്, യു നീഡ് ടു ഗോ ടു ടോയ്ലറ്റ്. അപ്പോൾ എന്ത് ചെയ്യും? ചോദിക്കണമല്ലേ. എങ്ങനെ ചോദിക്കും? മേ ഐ ഗോ ടു ദ ടോയ്ലറ്റ് പ്ലീസ്. കണ്ടോ, അവസാനം പ്ലീസ് ആഡ് ചെയ്യാം. അപ്പോൾ മേ ഐ ഗോ ടു ദ ടോയ്ലറ്റ് പ്ലീസ്. ഞാൻ ഒന്ന് ടോയ്ലറ്റ് പോയിക്കോട്ടെ. മനസ്സിലായോ? ഇനി അടുത്തത്, ക്യാൻ ഐ ഹാവ് ദ ഡാഷ് പ്ലീസ്. ഇതെപ്പോഴാണ് ഉപയോഗിക്കാമെന്നറിയാവോ? അതെ, നിങ്ങൾക്കൊരു കാര്യം വേണം, നിങ്ങൾക്കൊരു സാധനം വേണം. അപ്പോൾ ആ സാധനം എങ്ങനെ ചോദിക്കുക ഒരാളോട്? അത് റിക്വസ്റ്റിൻ്റെ രൂപത്തിൽ വേണം ചോദിക്കുവാൻ. എങ്ങനെ ചോദിക്കും? അതെ, ക്യാൻ ഐ ഹാവ് ദ. ഇപ്പോൾ ഇവിടെ പെൻസിലാണ് കാണിച്ചിരിക്കുന്നത്. എങ്ങനെ പറയാം? പെൻസിൽ പ്ലീസ്. എന്താണോ ആവശ്യമുള്ളത് അത് ഈ ഡാഷിൽ ചേർക്കുക, അത്രേ ഉള്ളൂ. അപ്പം എങ്ങനെയാണ്? ക്യാൻ ഐ ഹാവ് ദ പെൻസിൽ പ്ലീസ്. ക്യാൻ ഐ ഹാവ് ദ പെൻ പ്ലീസ്. ക്യാൻ ഐ ഹാവ് ദ വാട്ടർ പ്ലീസ്. കാരണം ഇങ്ങനെ നമുക്ക് നമ്മുടേതായിട്ടുള്ളത് ആഡ് ചെയ്ത് ചോദിക്കുവാനായിട്ട് സാധിക്കും. ഇത് റെഡിമെയ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്യാൻ ഐ ഹാവ് ദ പ്ലീസ്. നിങ്ങളുടേതായിട്ടുള്ളൊന്ന് ചേർത്തിട്ട് താഴെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. എന്നെ അറിയിക്കും? കമൻറ്റിലൂടെ നിങ്ങൾക്കിഷ്ടമുള്ളൊരു സംഭവം ഇവിടെ എഴുതിയിട്ട് ടൈപ്പ് ചെയ്ത് കമൻറ്റിൽ പറയാം കേട്ടോ. ക്യാൻ ഐ ഹാവ് ദ ഡാഷ് പ്ലീസ്. ഞാൻ അവിടെ ചെക്ക് ചെയ്യും. ഇനി അടുത്തതാണ്, നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം ഒരാൾ മനസ്സിലാക്കിപ്പിച്ച് തരികയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാൾ പറയുകയാണ്. ആ പറയുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ മീനിങ് മനസ്സിലായില്ല, എന്താണ് അയാൾ ഉദ്ദേശിച്ചതെന്നുള്ളത് മനസ്സിലായിട്ടില്ല. അപ്പോൾ അതെങ്ങനെയാണ് ചോദിക്കുക? വാട്ട് ഡസ് ദാറ്റ് മീൻ. എന്താണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, എന്താണത് എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നില്ല. അതാണ് വാട്ട് ഡസ് ദാറ്റ് മീൻ. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു, അത് നമുക്ക് മനസ്സിലായില്ല. അപ്പോൾ ഒന്നും കൂടി ചോദിക്കാം, വാട്ട് ഡസ് ദാറ്റ് മീൻ. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, വാട്ട് ഡസ് ദാറ്റ് മീൻ. അപ്പോൾ എന്നോടൊപ്പം പറയൂ, വാട്ട് ഡസ് ദാറ്റ് മീൻ. മനസ്സിലായോ? ഈസി അല്ലേ? ഇനി അടുത്തതാണ്, ഇപ്പോൾ ഒരാളൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു, പക്ഷെ അത് നിങ്ങൾക്ക് പിന്നെയും മനസ്സിലായിട്ടില്ല. മനസ്സിലായോ? ഒരു പ്രാവശ്യം ഓൾറെഡി പറഞ്ഞു, ഒന്നും പിടികിട്ടിയിട്ടില്ല. അത് ഒന്നും കൂടെ ഒന്ന് ആ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ അയാൾ പറഞ്ഞത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാമോ എന്നെങ്ങനെ ചോദിക്കും? ക്യാൻ യു സേ ദാറ്റ് എഗെയിൻ പ്ലീസ്. ക്യാൻ യു സേ ദാറ്റ് എഗെയിൻ പ്ലീസ്. അപ്പോൾ ഇത് ക്ലാസ് റൂമിൽ ഉപയോഗിക്കാം, ടീച്ചറോട് ചോദിക്കാം.
ഇങ്ങനെ ടീച്ചർ ഒരു കാര്യം പറഞ്ഞു, ആൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ആളെങ്ങനെ ചോദിക്കുക, ക്യാൻ യു സേ ദാറ്റ് എഗെയിൻ പ്ലീസ്? അങ്ങനെ ചോദിക്കാം. ഓക്കെ, ക്യാൻ യു സേ ദാറ്റ് എഗെയിൻ പ്ലീസ്? ഒന്നും കൂടെ പറയാമോ? എഗെയിൻ എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ എന്നാണ് അർത്ഥം. ക്യാൻ യു സേ, ഒന്നും കൂടെ പറയാമോ? ഓക്കെ. ഇനി അടുത്തതാണ്, നിങ്ങളുടെ മനസ്സിലൊരു സംശയമുണ്ട് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. അപ്പോൾ എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടേ എന്നെങ്ങനെ പറയും? ഇങ്ങനെയാണ്, ഐ ഹാവ് ഗോട്ട് എ ക്വസ്റ്റ്യൻ. എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്, എനിക്കൊരു ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിലുണ്ട് എന്നെങ്ങനെയാണ് പറയുക? അതെ, എങ്ങനെയാണ്? ഐ ഹാവ് ഗോട്ട് എ ക്വസ്റ്റ്യൻ. ഓക്കെ, ഐ ഹാവ് ഗോട്ട് എ ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കാം. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇന്ന് ഞാൻ റെഡിമെയ്ഡായിട്ട് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചതൊന്നും കൂടെ നമ്മൾ റിവേഴ്സ് അടിച്ച് നമ്മൾ പഠിക്കാൻ പോകാം കേട്ടോ. ഐ ഹാവ് ഗോട്ട് എ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ എൻ്റെ മനസ്സിൽ എന്ന് പറയും. അടുത്തത്, ക്യാൻ യു സേ ദാറ്റ് എഗെയിൻ പ്ലീസ്? എന്താണ് സൂചിപ്പിക്കുന്നത്? അതെ, ഒന്നും കൂടെ പറയാവോ അല്ലേ? ഇനി അടുത്തതാണ്, വാട്ട് ഡസ് ദാറ്റ് മീൻ? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇനി അടുത്തത്, ക്യാൻ ഐ ഹാവ് ദ പെൻസിൽ പ്ലീസ്? എനിക്ക് ആ പെൻസിൽ തരാമോ? പറയാം അല്ലേ? ഇനി അടുത്തത്, ടോയ്ലറ്റിൽ പോകണം. അപ്പോൾ എങ്ങനെ പറയാം? മേ ഐ ഗോ ടു ദ ടോയ്ലറ്റ് പ്ലീസ്? അടുത്തത്, ക്യാൻ യു ഹെൽപ്പ് മീ പ്ലീസ്? എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ എന്ന് ചോദിക്കാം അല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സാധാരണ നമ്മുടെ ക്ലാസ് റൂം ഫ്രേസസ് കേട്ടോ. വേറെയും കുറേ ഫ്രേസസ് ഉണ്ട്. അതുമായിട്ട് ഞാൻ തീർച്ചയായിട്ടും ഇനി അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. പല സിറ്റുവേഷൻസിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന റെഡിമെയ്ഡ് സെൻറ്റൻസുകളുമായി ഞാൻ ഇനിയും വരും. ഓക്കെ, അപ്പോൾ അതുവരെ നന്നായിട്ടിത് പഠിക്കുക. ഒന്നുകൂടെ ഇത് എങ്കിലൊക്കെ ഒന്ന് ഉപയോഗിക്കുക കേട്ടോ, ഇല്ലെങ്കിൽ മറന്നു പോവും. ഓക്കെ, ഇനി ഉപയോഗിക്കുന്നു എന്നോട് പ്രോമിസ് ചെയ്യും. ഓക്കെ, പ്രോമിസ്. അതോടൊപ്പം തന്നെ ഞാൻ തന്ന ആ ഹോംവർക്ക് എന്താണ്, ക്യാൻ യു അതിൻ്റെ ഡാഷ് ഇട്ടിട്ട് അത് ഫിൽ ചെയ്ത് താഴെ അറിയിക്കണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. ക്യാൻ ഐ ഹാവ് ദ ഡാഷ് പ്ലീസ്? ഇഷ്ടമുള്ളൊരു കാര്യം ആഡ് ചെയ്ത് ടൈപ്പ് ചെയ്ത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, കൂട്ടുകാർക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷനും ഓണാക്കാൻ മറന്നു പോകരുത്. എപ്പോഴാണ് ക്ലാസ് വരുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഓണാക്കാൻ പറയുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഇതിന് മുൻപേ ഉള്ള ക്ലാസ്സുകളെല്ലാം കണ്ടു നോക്കണം. ഓക്കെ, ഹിന്ദിയൊക്കെ നമ്മൾ ഇങ്ങനെ പതിയെ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ബൈ. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ നന്നായിട്ട് പഠിക്കുക.